ഇന്ന് ഞാനൊരു കട്ട മീട്ട അച്ചാർ ഉണ്ടാക്കാൻ പോകണം. നാരങ്ങയും ഡേറ്റ്സും കൊണ്ട്. നാരങ്ങ 1 മാസമായി കാണും. ഞാൻ ഉപ്പിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് ഡേറ്റ്സ് കുരു കളഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെച്ചു. ആ വെച്ച നേരത്തിന് കുറച്ച് ഇഞ്ചി വൃത്തിയാക്കി ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്ത് ശകലേ എടുത്തുള്ളൂ. പിന്നെ വെളുത്തുള്ളി എൻ്റെ തൊട്ടടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി എനിക്ക് വൃത്തിയാക്കി തന്നു. കൈ വയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരി തന്നെയാണ് കുറേ വെളുത്തുള്ളി എനിക്ക് വൃത്തിയാക്കി തന്നത്. പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടി വന്നപ്പം കുറച്ച് ഇഞ്ചി, ആ മുറിച്ച് വെച്ചിരുന്ന ഇഞ്ചി കുറച്ച് ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കടുക്കും. ഇഞ്ചിയും ഇട്ട് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. എന്നുവെച്ചാൽ നമുക്ക് ഓൾറെഡി നാരങ്ങയിൽ ഉപ്പുള്ളത് കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ. പിന്നെ കറിവേപ്പിലയും ഇട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടു. നമുക്ക് ആവശ്യമുള്ള കായപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ സോഫ്റ്റായിട്ടിരിക്കുന്ന നാരങ്ങയും കൂടെ വെച്ച് ഇളക്കിയതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റ്സ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ആ ഡേറ്റ്സും കൂടെ അതിനകത്തിട്ട് ഒന്ന് ഇളക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെക്കണം. പക്ഷേ അതിന് മുമ്പ് ഞാനൊരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത്, ശകലം മധുരം കൂടെ വേണമായിരുന്നു, അതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കി തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ ഇളക്കി അതിൻ്റെ പുറത്തൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡിയാവും. മോള് അവിടെ നിന്നേ വിളിച്ച് പറഞ്ഞു, മമ്മി കട്ട മീട്ട അച്ചാർ വേണം, ഇറച്ചി അച്ചാർ വേണം, പിന്നെ മീൻ അച്ചാർ വേണം, ഇങ്ങനെ ഓരോന്ന് പറയും. ഇനി വന്നു കഴിഞ്ഞാൽ ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഇനി അടുത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ ഇത്.